ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഒരു വല വീശലാണ്. ഇപ്പോൾ കുറേ ഇപ്പം വല വീശിയിട്ട് ഇപ്പോൾ പിന്നെ ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ വല വീശാൻ പോയിട്ടില്ല. 2-3 മാസമൊക്കെ ആയി ഇപ്പോൾ വല വീശാൻ പോയിട്ട്. അപ്പോൾ ഇന്നലെ മഴ പെയ്തതിനെക്കൊണ്ട് ഇപ്പോൾ ഒന്ന് വല വീശാനൊന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പം വെള്ളത്തിൽ കലക്കൊക്കെ ഉണ്ട്, മീൻ കിട്ടുമോ എന്തോ, വീശി നോക്കട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് വീശുമൊക്കെയാണ്, എന്തോ കിട്ടുമാവോ. നല്ല കലക്കൊക്കെ ഉണ്ട് വെള്ളത്തിന്. വെള്ളം കൂടിക്ക്, വെള്ളം പറ്റ കുറവായിരുന്നു. വെയിലങ്ങനെ പറ്റ കുറവായിരുന്നു. അപ്പം ഇന്നലത്തെ മഴത്ത് കുറച്ച് വെള്ളം കൂടിക്ക്, നല്ല കലക്കുണ്ട്. അപ്പം പെരയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ തോന്നി ഒന്ന് വീശിയൊക്കെ എന്തോ കിട്ടുമാവോ. ഫസ്റ്റിലെ വീശലാണ്, പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീശി വലിച്ചൊക്കെ എന്തോ ഉണ്ടാവോ നോക്കണം. ഒരു തിലോപ്പി കിട്ടി. തിലോപ്പി ഒരു വിഷയമില്ല, വേറെ ഒന്നുമില്ല. അതിൽ തിലോപ്പി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ 200-300 ഗ്രാമൊക്കെ ഉള്ള തിലോപ്പി കിട്ടി. ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഇത് കുറച്ച് തീറ്റാണ്. ഇപ്പോൾ കുറച്ച് വെള്ളത്തിൽ തീറ്റ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, ചിലപ്പം തീറ്റ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ചിലപ്പം വലിയ മീനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പം വലുത് കിട്ടും, അല്ലെങ്കിൽ ചെറിയ പരൽ മീനായിരിക്കും. അതിനിപ്പോൾ ഞാൻ കുറച്ച് തീറ്റ 1-2 സ്ഥലത്ത് ഇട്ട് കൊടുക്കാനും വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് കോഴിത്തീറ്റാണ് ഒന്ന്, പിന്നെ തേങ്ങാപ്പിണ്ണാക്ക്, തവിടും. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് 2-3 സ്ഥലത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് അവിടെ വീശി വെക്കുക. ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്, ഉറപ്പ് അറിയാൻ പറ്റില്ല. മീനിൻ്റെ കാര്യമാണ്, ചിലപ്പാട് കിട്ടും. ചിലപ്പം വലുത് ഈ കരിമീൻ, തിലോപ്പിയ അങ്ങനത്തെ മീനൊക്കെ കിട്ടും. യാദൃശ്യമായിട്ടൊക്കെ ചിലപ്പോൾ ചേറാനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ 1-2 സ്ഥലത്ത് ഞാൻ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 10-20 മണിക്കൂർ, ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂറിനുള്ളിലായിട്ട് ഒന്ന് വീശി വെക്കണം. ഒന്ന് വെള്ളത്തിനൊക്കെ നല്ല കലക്കുണ്ട്, വെള്ളത്തിന് അടിപൊളി കലക്കാം. നല്ല അടിപൊളി മഴ പെയ്തതിനെക്കൊണ്ട് 2 മണിക്ക് ശേഷം നല്ല മഴ അല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല കലക്കാം. ചിലപ്പോൾ കിട്ടുള്ളൂ. ഈ തീറ്റ ഇട്ട് കൊടുത്താൽ അങ്ങനെ ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്, ഇപ്പം കിട്ടാതിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. മീനിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ അതൊക്കെ ഒരു ക്രേസാണ്, ഈ മീൻ പിടിക്കും, ശിക്കാറ്, അതൊക്കെ ചൂണ്ടലിടാൻ പോവുക. അതൊക്കെ ഇനി എത്ര സമയമായാലും അങ്ങനെ വിശന്നാലും പ്രശ്നമില്ല, അങ്ങനെ നടക്കും. വരെ വീശിക്കൊണ്ട് ഞാൻ ചിലപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകുമ്പോൾ ആകെ കുഴഞ്ഞ് പോവും. അങ്ങനെ നടക്കാൻ കഴിയാത്ത മാതിരിയാവും, വിശന്നിട്ട്. അപ്പോഴാണ് വിശപ്പൊക്കെ അറിയുക. അതുവരെ മീൻ കിട്ടും, ഇപ്പോൾ കിട്ടും, ഒന്ന് കിട്ടിയാണ് ഇപ്പോൾ രണ്ടാമത് വേറെ കിട്ടുമെന്ന്, വലുത് കിട്ടുമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് നടക്കല്ലേ വീശി. പിന്നെ ആകെ പരപ്പ് തോണ്ട് പോകാൻ സമയത്ത് അപ്പോൾ ആ വല തൂക്കി പിടിക്കാൻ വരെ ആദ്യത്തെ കുളത്തിൽ കുഴഞ്ഞു പോകും. കാരണം വെള്ളവുമില്ല, വേറെ ഒന്നുമില്ല. രാവിലെ ഇറങ്ങിയാലേ ഭയങ്കര പരിപാടിയാണ്. അതുപോലെ തന്നെ ചൂണ്ടലിടാൻ ഇപ്പം ഞാൻ അങ്ങനെ പോകില്ല. അത് മണിക്കൂറുകളോളം ഇങ്ങനെ കൊതുവിൻ്റെ കടിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിപ്പോയി വിചാരിക്കുക. ഇപ്പോൾ തീറ്റ സ്ഥലത്തൊന്ന് വീശുകയാണ്, എന്തോ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് അത് വീശി വെക്കട്ടെ. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഈ ചെറുമീനുകളായിരിക്കും. ചെറുമീനുകൾ വന്നപ്പോൾ തന്നെ വലിയ മീനൊന്നും അടുക്കില്ല. ചിലപ്പോൾ വലുത് തന്നെ ആയിരിക്കും, ചെറുമീൻ തീരെ ഉണ്ടാവില്ല. വലുത് വന്നാൽ അതുപോലെ ചെറുമീനൊക്കെ ഒഴിഞ്ഞു പോകും. അങ്ങനെയാണ്. ഏതായാലും നോക്കട്ടെ, വീശി നോക്കട്ടെ. അപ്പോൾ അവിടെ 10-20 മിനിറ്റൊക്കെ ആയി തീറ്റ അവിടെ ഇട്ടിച്ചിട്ട്. സാധാരണ ഉണ്ടാകലുണ്ട്, ഏതെങ്കിലും ഒരു മീൻ ഉണ്ടാവും. ഒന്നിക്കെങ്കിലും വലുത് കരിമീനാണ് ചിലപ്പോൾ കൂടുതലുണ്ടാകുക. അപ്പോൾ ഒന്നായിട്ടൊരു കൂട്ടത്തോടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ തിലോപ്പി ഉണ്ടാവും. യാദൃശ്ചികമായിട്ടൊക്കെ മറ്റേ ചേറാനൊക്കെ കിട്ടാറുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ വീശുന്നത്. കിട്ടിയാൽ കാണാം. ഒന്നൊക്കെ ചെറുമീൻ അല്ലേ വലിയ മീൻ. അതാ വീശലൊക്കെ കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ വീണക്ക്. ഇനിയിപ്പോൾ ഒന്ന് പൊക്കി നോക്കിയാലേ ഇപ്പോൾ
എന്തൊക്കെയാണ് അതിൽ കുടുങ്ങിയതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ആവേശത്തിലാണ്, വല്ലതും ഉണ്ടാവും എന്നുള്ളൊരു ആവേശപ്പം ഉണ്ട്. നോക്കട്ടെ. ഈ കരമ്പലെത്തിയതിനൊരു സമാധാനം കിട്ടും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ അതിലുള്ളത് എന്നുള്ളൊരു തീറ്റ ഇട്ട് കൊടുത്തേക്കൊണ്ടൊരു പ്രതീക്ഷ ആണ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഈ രണ്ടിലൊന്നാണ്. ഒന്നുകിൽ ചെറുമീൻ, അല്ലെങ്കിൽ ചെറുമീനില്ലെങ്കിൽ വലിയ മീനുണ്ടാവും. വലിയ മീനുണ്ടെങ്കിൽ ചെറുമീൻ തീരെ ഉണ്ടാവില്ല. ചെറുതാണെങ്കിൽ ചെറുത് മാത്രം. അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ കിട്ടൽ. ഏതായാലും പൊക്കി നോക്കുമ്പോൾ വിവരം അറിയാം വല്ലതും ഉണ്ടോ. ഇനി ഒന്നും ഇല്ലാണ്ടായി പോകാവും ബേജാറാ. കുറേ തീറ്റ ഇട്ട് കൊടുത്ത്. ഏതായാലും നോക്കട്ടെ. ചെറുമീനുകളാണ്, വലുതില്ല. ഒക്കെ ചെറുമീനുകളാണ്. എല്ലാം ചെറുമീനാണ്, വലുതൊന്നുമില്ല. ചെറിയ പരൽ മീനുകളാണ്. പരൽ മീനുകളാണ് കിട്ടിയത് കംപ്ലീറ്റ്. പരമീൻ നല്ലോണം ഉണ്ട്. ഇനിയിപ്പോൾ ഈറ്റകളെ വലയിൽ നിന്ന് ഒഴിച്ചെടുക്കണമെങ്കിൽ നല്ലൊരു പണിയുണ്ട്. വലയിൽ നിന്ന് വല വേർത്തെടുക്കാൻ നല്ലൊരു പണിയുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പണിയാണ്. ഇനി വീശാനൊന്നും ഇനി സമയം ഉണ്ടാവില്ല. ഈ ചെറിയ മീനാകുമ്പോൾ വല